ലോകത്തെ പുറത്താക്കേണ്ട സ്ഥാനത്ത് താലോലിച്ചാൽ നിങ്ങൾക്കൊരിക്കലും ഒരു ജയജീവിതം നയിക്കുവാൻ കഴിയുകയില്ലെന്ന് നിങ്ങൾ ആലോചിക്കണം. പടിക്ക് പുറത്ത് നിർത്തേണ്ടതിനെ പടിക്ക് പുറത്ത് നിർത്തണം. നിങ്ങളൊരു പക്ഷേ ബ്രാൻഡ് ചെയ്യപ്പെട്ടേക്കാം. ഞാൻ ആഫ്രിക്കയിൽ പലപ്പോഴും വിശുദ്ധിക്ക് വേണ്ടി പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, ഇന്ത്യയിൽ നിന്നൊരു കളവൻ വന്ന് വലിയ വിശുദ്ധിയൊക്കെ പറയുന്ന കാര്യം അവർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടുത്തെ സിസ്റ്റവും മറ്റുള്ള കാര്യങ്ങളും അറിയാം. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. പ്രത്യേകിച്ച് ഞാൻ യൂണിവേഴ്സിറ്റികളിലും മറ്റും ടാൻസാനിയയിലെ യൂണിവേഴ്സിറ്റിയിലും മറ്റും ഒക്കെ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറയുന്ന കാര്യമുണ്ട്. ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ കെയിം ടു ദിസ് വേൾഡ് വിത്ത് എ വൈറ്റ് മുസ്റ്റാക്ക്. നരച്ച മീശയമായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. നിങ്ങളെ പോലെയൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയിൽ അനേക വർഷങ്ങളൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. ഞാനും ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചതാണ്. എനിക്കറിയാം നിങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും എന്താണെന്നുള്ളത് അറിയാം. പക്ഷെ എനിക്കൊരു ബോധ്യമുണ്ട്, അങ്ങനെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചപ്പോഴും യേശു എന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് സാക്ഷ്യമുള്ള ഒരു ജീവിതം ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ചപ്പോഴത്തേക്ക് എന്തൊക്കെ തോന്നിവാസം കാണിച്ചെന്നല്ല എന്റെ സാക്ഷ്യം. ചിലരുടെ ചിന്ത എന്നറിയാമോ, സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിശാചിന് വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് പറയുന്നതാണെന്ന്. അങ്ങനെ പറയുന്നവർക്ക് ഡിമാൻഡ് ഉള്ളല്ലോ. കളർഫുൾ ടെസ്റ്റിമോണീസ്. ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയായിരുന്നു, അത്തായിരുന്നു ഇത്തായിരുന്നു, ചുമ്മാ പറയുന്നത്, ഇവരെ കണ്ടിട്ട് പോലും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറയുന്നവനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. പ്രിയമുള്ളവരെ, സാക്ഷ്യമെന്ന് പറയുന്നത് നീ പിശാചിന് വേണ്ടി എന്ത് ചെയ്തെന്ന് പറയുന്നതല്ല. സാക്ഷ്യമെന്ന് പറയുന്നത് നീ യേശുവിന് വേണ്ടി എന്ത് ചെയ്തെന്ന് പറയുന്നതാണ്. അത് പറ. ഹല്ലേലൂയ. നീ അത് പറ. നീ എത്ര പാപം ചെയ്താലും ദൈവം ഒടുവിൽ അത് ക്ഷമിച്ച് നിന്നെ അംഗീകരിച്ചെന്നിരിക്കും. പക്ഷെ അത് പിന്നെയും വന്നിവിടെ വന്ന് പറയരുത്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അന്ന് നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അനീതിക്ക് ആയുധങ്ങളായി സമർപ്പിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്തോന്ന് പ്രയോജനമുണ്ടായിരുന്നു? ഇന്നിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നതല്ല എന്ന്. ഞാൻ എന്റെ യൗവന ജീവിതം പിശാചിന് വേണ്ടി കൊടുത്തിട്ട് അത് വന്ന് അഭിമാനത്തോടെ പറയാൻ എനിക്ക് കഴിയുമോ പ്രിയമുള്ളവരെ? എനിക്ക് കഴിയില്ല. അതെനിക്ക് പറ്റിയ അബദ്ധമായിട്ടും എന്റെ ജീവിതത്തിലെ പരാജയമായിട്ടും എനിക്ക് മരിക്കുന്നത് വരെ ചിന്തിക്കാൻ കഴിയുള്ളൂ. കർത്താവ് എന്നെ സ്നേഹിച്ചു, ഒരു പക്ഷെ എന്നെ വിടുവിച്ചെന്നിരിക്കും, ഞാൻ അതിനെതിരല്ല. പക്ഷേ കർത്താവിന് വേണ്ടി ഞാൻ യുവാക്കളായ യുവതികളായ ആളുകളോട് പറയട്ടെ, നിങ്ങളുടെ കോളേജിലെ ജീവിതം നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുക. ഭാവിയിൽ നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിലും മനുഷ്യന്റെ മുമ്പിലും നിൽക്കാൻ കഴിയുന്നത് നിങ്ങൾ കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ നിങ്ങളുടെ കോളേജിലും സ്കൂളിലും ജീവിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കർത്താവ് നിങ്ങളെ കാലുകൊണ്ട് തട്ടി നരകത്തിലേക്ക് ഇടുമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, നിങ്ങളുടെ പാപങ്ങളെ പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം. അല്ലാതെ നാളെയും വന്ന് ക്ഷമ പറയാൻ വേണ്ടിയല്ല. പാപങ്ങളെ പോക്കി, വി നീഡ് എ ക്ലെൻസിങ്. പിന്നെ തിരിച്ചു പോകാത്ത രീതിയിൽ പാപങ്ങളിൽ നിന്നുള്ള വലിയ വിടുതൽ, ഒരു ജയജീവിതം നമുക്ക് ആവശ്യമുണ്ട്. നമുക്കതിന് കഴിയും. എന്തുകൊണ്ട് കഴിയുമെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് അത് കഴിയുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല. എന്ത്? ബിക്കോസ് ഐ എം എ സൺ. ഞാൻ മകനായതുകൊണ്ട് എന്റെ പിതാവിന്റെ ശക്തി എന്നിലേക്ക് അവൻ പകർന്നു തന്നിട്ടുണ്ട്. വിശുദ്ധനായ ദൈവത്തിന്റെ മകനായതുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ആ ആത്മശക്തി അവൻ എന്നിലേക്ക് പകർന്നു തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ ജീവിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ലോകത്തെ സ്നേഹിക്കുന്നെന്നാ. ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ ദൈവത്തോട് ശത്രുവാണ്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ലയോ? എനിക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? ഇത് ദൈവകൃപയാണ്. എനിക്ക് ചെയ്യാൻ കഴിയുന്നത്, നമ്മൾ റോമാലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ, ഈൽഡ് യുവർ സെൽഫ്. നിങ്ങൾ യേശുവിന്റെ ഈ ശക്തി നിങ്ങളിലൂടെ ഒഴുക്കണം. യേശുവിന്റെ രക്തം നമ്മളിലൂടെ ഒഴുകണമെങ്കിൽ, യേശുവിന്റെ ശക്തി നമ്മളിലൂടെ ഒഴുകണമെങ്കിൽ ഇടയ്ക്ക് ബ്ലോക്ക് ഒന്നും ഉണ്ടാകരുത്. കൊലോസ്യർ 2-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. തലയായവനിൽ നിന്നല്ലോ സന്ധിമജ്ഞകളിലേക്ക് എന്ത് ചെയ്യുന്നത്? ജീവൻ ഒഴുകി വരുന്നത് എന്ന് പറയുന്നതായ വേദഭാഗത്തില് ശരിക്കും ആ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മോളിൽ നിന്ന് മാത്രം എന്റെ സോഴ്സ് കർത്താവാണ്. ഞാൻ തലയെ മുറുകെ പിടിക്കുന്നവനാണ്. ഞാൻ എന്നെ മുറുകെ പിടിക്കുന്നവനല്ല. ഞാനൊരു സ്വയാശ്രയി ഒന്നുമല്ല. എന്നാല് അതേസമയം ഞാൻ എന്താണ്, കർത്താവിന്റെ ആ ജീവൻ എന്നിലൂടെ ഒഴുകി വരാൻ തടസ്സമായിട്ട് എന്റെ ജോയിന്റ്സിലൊന്നും കാണരുത്. നമുക്ക് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ബ്ലോക്ക്, അല്ലേ? എന്തുകൊണ്ടാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത്? ഇടയ്ക്ക് കൊളസ്ട്രോള് അടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് പലപ്പോഴും ബ്ലോക്ക് ഉണ്ടാകുന്നു. ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകുന്നു. ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. പമ്പ് ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ എന്താ മാർഗം? മുറിച്ച് കളയണം, അല്ലാതെ തോന്നുന്നു, അല്ലേ? ഇടയ്ക്ക്
നിങ്ങളുടെ, അതായത് തലയിൽ നിന്ന് താഴോട്ട്, തല ആരാണ്? യേശു കർത്താവാണ്. തലയായ ക്രിസ്തുവിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്ന അവന്റെ ജീവൻ എന്റെ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നതിന് തടസ്സമായി എന്റെ ജോയിന്റ്സിൽ എവിടെയെങ്കിലും കൊളസ്ട്രോളോ അല്ലെങ്കിൽ യൂറിക് ആസിഡോ എന്തെങ്കിലും അടിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ പൊട്ടിച്ചു കളയണം. പക്ഷെ ഇത് ഒഴുകിയെങ്കിൽ മാത്രമേ എനിക്ക് എന്തുണ്ടാവുകയുള്ളൂ? ജീവൻ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? ഈ ഒഴുക്കിന് തടസ്സമായിട്ട് എന്നിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. യേശുവിന്റെ ജീവൻ എന്നിലേക്ക് ഒഴുകുന്നതിന് തടസ്സമായിട്ട്. ജയജീവിതം സാധ്യമാണോ? സാധ്യമാണ്. പക്ഷേ യേശുവിന്റെ ജീവൻ എന്നിലേക്ക് ഒഴുകുന്നതിന് തടസ്സമായിട്ട് തുടർമാനമായിട്ട് പാപത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് വിശുദ്ധനായിട്ട് ജീവിക്കണമെങ്കിൽ എന്റെ പാപത്തിൽ നിന്ന് എനിക്ക് ക്ലെൻസിങ് വേണം, പാപത്തിൽ നിന്ന് ശുദ്ധീകരണം വേണം, പാപത്തിന്റെ മേൽ എനിക്ക് ജയം വേണം, ജഡത്തിന്റെ മേൽ ജയം വേണം, ലോകത്തിന്റെ മേൽ ജയം വേണം. എനിക്ക് ജീവൻ എന്റെ കർത്താവ് വന്നതിന് വേണ്ടിയാ നമുക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ്. അത് അവൻ തലയായി ഇരുന്നു കൊണ്ട് അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളായിട്ട് നമ്മളുടെ അവയവങ്ങളിലേക്ക് ഒഴുകി വരികയാണെങ്കിൽ അതിനിടയ്ക്കുള്ള ഒരു സ്ഥലത്ത് പോലും എന്റെ പാപങ്ങൾ അടിഞ്ഞുകൂടി അവന്റെ ജീവൻ എന്നിലേക്ക് ഒഴുകുന്നതിന് തടസ്സമുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോഴാണ് ഞാൻ ചെന്ന് പറയുന്നത്, കർത്താവേ ക്ലെൻസ് ചെയ്യണേ, എന്നെ ക്ലെൻസ് ചെയ്യണേ. പിന്നെയും കൊണ്ടൊരു തടസ്സം വെക്കാനല്ല, എനിക്കെപ്പോഴും ഈ ഒഴുക്ക് മാറാതെ, യേശുവിൽ നിന്ന് എന്നിലേക്ക് ഒഴുകുന്ന ആ ഒഴുക്ക് മാറാതെ ആ ജീവൻ എന്റെ എല്ലാ അവയവങ്ങളിലേക്കും വ്യാപരിക്കണം. എന്റെ കൈയിലേക്കും കണ്ണിലേക്കും കാലിലേക്കും കാതിലേക്കും എല്ലാം വ്യാപരിക്കണം. എന്റെ കണ്ണുകളിൽ യേശുവിന്റെ ജീവൻ ഇങ്ങനെ കത്തി നിൽക്കണം. എന്റെ കാതുകളിൽ യേശുവിന്റെ ജീവൻ കത്തി നിൽക്കണം. എന്റെ മനസ്സിൽ, എന്റെ വിചാരങ്ങളിൽ, എന്റെ വികാരങ്ങളിൽ, എന്റെ തീരുമാനത്തിൽ, എന്റെ ഇച്ഛകളിൽ, എന്റെ ഡിലൈറ്റ്സിൽ എവിടെയും യേശുവിന്റെ ജീവൻ തുടിച്ചു നിൽക്കണം. അതാണ് ജയജീവിതം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ജയജീവിതം. നിങ്ങൾക്ക് ഇങ്ങനൊരു ജീവൻ വേണ്ടേ? ഈ സമൃദ്ധിയായ ജീവൻ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇതിനപ്പുറത്തൊരു സന്തോഷം ഇല്ല ലോകത്തിൽ. ലോകത്തിൽ മറ്റൊന്നിനും ഇങ്ങനെ ഒരു സന്തോഷം, വേറൊരു സന്തോഷം നിങ്ങൾക്ക് തരാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ജയജീവിതം, ഇനി ഞാൻ അതിന്റെ അടുത്ത സെഷനിലേക്ക് വരികയാണ്. ഈ ജയജീവിതം എനിക്ക് കഴിയുന്നത് ബിക്കോസ് ഐ എം ബോൺ ഓഫ് ഹിം. ഞാൻ അവന്റെ മകനായതുകൊണ്ടാണ്. 1 യോഹന്നാൻ 5:15 നമ്മൾ വായിച്ചതാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. എന്നാൽ അതിന്റെ അടുത്ത സെഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജയജീവിതം എന്ന് പറയുന്നത്, പാപത്തിന്റെ മേൽ, ജഡത്തിന്റെ മേൽ, ചിന്തകളിന്മേൽ, വികാരങ്ങളുടെ മേൽ, ലോകത്തിന്റെ മേൽ ഒക്കെ നമ്മൾ വിജയികളാകുന്നത് മാത്രമല്ല. അതായത് ഞാൻ പാപം ചെയ്യാതെ ജീവിക്കുന്നത് കൊണ്ട് മാത്രമല്ല. അതെന്താണ്? പാപം ചെയ്യരുത്, പക്ഷേ പാപം ചെയ്യാതെ ജീവിക്കുന്നത് കൊണ്ട് മാത്രം എന്റെ ജീവിതം സമ്പൂർണമായി എന്ന് ചിന്തിക്കരുത്. നമ്മുടെയൊക്കെ ചിന്ത എന്താണെന്നറിയാമോ? ക്രിസ്തീയ ജീവിത വിജയം എന്ന് പറയുന്നത് പാപം ചെയ്യാതെ ജീവിക്കാനുള്ളതാണെന്ന്. പാപം ചെയ്യാതെ ജീവിക്കണം, പക്ഷെ അതിനപ്പുറത്ത് യേശുവിനോടുള്ള സ്നേഹത്തിൽ, അവന്റെ കൂട്ടായ്മയിൽ, ആത്മാവിൽ ഞാൻ വളരുകയും വേണം. ന്യൂട്രൽ ആയാൽ പോരാ നമ്മൾ. അതായത് ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല ബ്രദറെ. സ്പർജന്റെ അടുത്ത് ഒരിക്കൽ ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, ബ്രദർ, ബൈ ഗോഡ്സ് ഗ്രേസ്, അത് നമ്മൾ ഇടയ്ക്ക് ഒരു മേമ്പടി ചേർത്ത് പറയുന്ന ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് പാപത്തിന്റെ മേലൊരു വലിയ വിജയം കർത്താവ് തന്നിട്ടുണ്ട്. ഞാൻ മദ്യപിക്കത്തില്ല, ഞാൻ സിഗരറ്റ് വലിക്കത്തില്ല, ഞാൻ വ്യഭിചാരം ചെയ്യത്തില്ല, ഞാൻ ആരെയും തല്ലത്തില്ല, കൊല്ലത്തില്ല, അടിക്കത്തില്ല, പിടിക്കത്തില്ല, ചൂടാകത്തില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞു. സ്പർജൻ പറഞ്ഞു, നിങ്ങൾ എന്തോ ചെയ്യത്തില്ല എന്ന് ഒത്തിരി നേരമായിട്ട് പറയുന്നില്ല, നിങ്ങൾ എന്തോ ചെയ്യുന്നതൂടെ പറയാൻ. നമ്മുടെ ഒരു വലിയ പ്രശ്നം ചെയ്യത്തില്ല എന്ന് പറയുന്ന, എന്തൊരു വിശുദ്ധനല്ലേ, അയാൾ കള്ളു കുടിക്കത്തില്ല, അയാൾ ബീഡി വലിക്കത്തില്ല, അയാൾ സിനിമ കാണത്തില്ല, വിശുദ്ധനല്ലേ. പ്രിയമുള്ളവരെ, ശിഷ്യത്വത്തെ കുറിച്ചുള്ള എന്റെ മെസ്സേജിനകത്തൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 10-14 മണിക്കൂറുള്ള മെസ്സേജാണത്. ആ ശിഷ്യത്വത്തെക്കുറിച്ച് മെസ്സേജിനകത്ത് ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തീയ ജീവിത വിജയം എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ന്യൂട്രാലിറ്റി അല്ല. യേശുവിന്റെ കൂടെ അവന്റെ ജീവനിൽ നമ്മൾ വളരുന്നതാണ്. ആ വളർച്ച അത്യാവശ്യമാണ്. ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു പോകുകയാണ് കാര്യങ്ങൾ. കൊലോസ്യർ 2 അധ്യായം അതിന്റെ 6 വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. As ye have therefore received Jesus Christ the Lord, so walk ye in him. അടുത്തത്, അവനിൽ വേരൂന്നിയും
ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പിൻ. rooted and built up in him and established in faith as ye have been taught, abounding therein with thanksgiving. rooted in, നമ്മള് അതായത് പാപം ചെയ്യുന്നില്ല എന്നുള്ളൊരു ആശ്വാസമല്ല. നമ്മൾ യേശു ക്രിസ്തുവിലാണ് ജീവിക്കുന്നതെങ്കിൽ, ക്രിസ്തു എന്നിലും ഞാൻ അവനിലുമാണ് ജീവിക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പാപത്തെ കാൽക്കീഴിട്ട് ചവിട്ടി ജയാളിയായി ജീവിക്കുകയാണ്. പാപത്തിന്റെ മേൽ എനിക്ക് ജയമുണ്ട്, ലോകത്തിന് മേൽ ജയമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ന്യൂട്രാലിറ്റി അല്ല. യേശു എന്നിൽ വളരണം, എനിക്ക് യേശുവിനെ പോലെ ആകണം. യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ പാപം ചെയ്തില്ലെന്ന് മാത്രമാണോ അവന്റെ പ്രത്യേകത? അവൻ പാപം ചെയ്തില്ല. പക്ഷേ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ഈവൻ പത്രോസ് അവൻ നന്മ ചെയ്തുകൊണ്ട് അവന്റെ ജീവിതം, എന്തിനാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്ന് മരിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനാണ്? നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു. പക്ഷെ എന്തിനാണ് അവൻ 33 വയസ്സ് വരെ ഭൂമി ജീവിച്ചത്? വന്ന് 2 വയസ്സുള്ളപ്പോൾ മരിച്ചാലും നമ്മുടെ പാപമെല്ലാം മോചിക്കപ്പെടത്തില്ലായിരുന്നു. യേശു വന്ന് ഭൂമി വന്ന് 2 വയസ്സ് വരെ ജീവിച്ചിട്ട് മരിച്ചാൽ, 2 മാസം കഴിഞ്ഞ് മരിച്ചാലും യേശു മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവൻ, പക്ഷെ അവൻ എന്തുകൊണ്ടാണ് 33 വയസ്സ് വരെ ഇവിടെ ജീവിച്ചത്? ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. പത്രോസ് പറയാണ്, നമുക്ക് അനുകരിപ്പാൻ വേണ്ടി അവനൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കണം. ഞാൻ പാപം ചെയ്തില്ലെന്നുള്ളത് മാത്രമല്ല വിഷയം. യേശുവിന്റെ മനസ്സോടുകൂടെ ഞാൻ ആളുകളെ കാണണം, അവർക്ക് വേണ്ടി ജീവിക്കണം. ഞാൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ മോട്ടോ എന്ന നിലയിൽ എന്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോഴല്ല, കുഞ്ഞുങ്ങളെ ഈ പ്രായത്തിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ചെറിയ പ്രായം മുതൽ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു. അത് നമ്മുടെ കുടുംബത്തിൽ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണം. ഞാൻ ഭവനത്തിൽ പറഞ്ഞിരിക്കുന്നത്, മക്കളെ, നമ്മൾ എന്തിനാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഈസ് അവർ മോട്ടോ? യേശുവിനെ വി വോണ്ട് ടു ഇമിറ്റേറ്റ് ജീസസ്, വി വോണ്ട് ടു ലിവ് ലൈക്ക് ജീസസ്. യേശുവിനെ പോലെ ജീവിക്കണം. എന്നിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയുള്ള യേശുവിനെ? എങ്ങനെയുള്ള യേശു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല യേശു ഉണ്ടോ? പല യേശു ഉണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ. മറ്റൊരു യേശുവിനെ ആളുകൾ പ്രസംഗിക്കുന്നത് വേറൊരു യേശു ഒന്നുമല്ല. ഞാൻ പറഞ്ഞു, ജസ്റ്റ് ലുക്ക് അറ്റ് ക്രോസ്, ക്രൂശിലേക്ക് നോക്ക്. അവിടെ കിടക്കുന്ന യേശു എങ്ങനെയുള്ള യേശുവാണ്? എ മാൻ ഹൂ ലിവ്ഡ് ഫോർ അതേഴ്സ് ആൻഡ് ഡൈഡ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത യേശു. എന്റെ യേശു അതാ. എനിക്കാകേണ്ടത് അതുപോലെയാ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുന്നതിനോളം വലിയ ഭാഗ്യം ലോകത്തിൽ വേറെ ഒന്നുമില്ല. യേശു ഒരിക്കലും അവന് വേണ്ടി ജീവിച്ചില്ല. അവനെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. എനിക്ക് വേണ്ടി ജീവിക്കേണ്ട, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മാത്രമേ ഞാൻ യേശുവിനെ പ്രിയ മകൻ എന്നതുപോലെ അനുകരിക്കത്തുള്ളൂ. അവന്റെ സാക്രിഫൈസ് ആണ് എന്റെ എല്ലായ്പ്പോഴും എന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്ന അവന്റെ സാക്രിഫൈസ് ആണ്. ഐ വോണ്ട് ടു ലിവ് ലൈക്ക് ജീസസ്. യേശുവിനെ പോലെ എനിക്ക് ജീവിക്കണം. അതിനാണ് എന്നെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത്. പാപം ചെയ്യരുത്, കാരണം യേശു പാപം ചെയ്തില്ല. എനിക്ക് യേശുവിനെ പോലെ ജീവിക്കണമെങ്കിൽ പാപം ചെയ്ത് ജീവിക്കാൻ കഴിയില്ല. സോ ഐ വോണ്ട് ടു ലിവ് എ ഹോളി ലൈഫ് ബിക്കോസ് ജീസസ് വാസ് ഹോളി. യേശു വിശുദ്ധനായിരുന്നു. ഞാൻ വിശുദ്ധനായി ജീവിക്കാനായിട്ടാണ് കർത്താവ് എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. എന്നിൽ യേശു ഒരു വിശുദ്ധ ജീവിതം പ്രതീക്ഷിക്കുക മാത്രമല്ല, എന്നിൽ വസിച്ചുകൊണ്ട് അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ അവൻ ജീവിക്കും. ദാറ്റ് ഈസ് ഹിസ് ലൈഫ്. മൈ ലൈഫ് ഈസ് ഹിസ് ലൈഫ്. നമ്മുടെ ജീവനായ ക്രിസ്തു എന്ന് കൊലോസ്യർ 2 പറയുന്നു. ക്രൈസ്റ്റ് മൈ ലൈഫ്, ക്രൈസ്റ്റ് അവർ ലൈഫ്, ഹി ഈസ് മൈ ലൈഫ്. എനിക്ക് വേറെ ജീവിതമൊന്നുമില്ല. എനിക്ക് വേറെ ജീവിതം വേണ്ട. താൻ എനിക്ക് വേറെ ജീവിതം വേണ്ട. ക്രൈസ്റ്റ് ഈസ് മൈ ലൈഫ്. 21-ാം നൂറ്റാണ്ടിലല്ലേ ബ്രദറായി ജീവിക്കുന്നതെന്ന് ചോദിച്ചേക്കാം. ഐ ഡോണ്ട് കെയർ. 21-ാം നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത് എന്നുള്ളത് പോലും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഞാൻ നൂറ്റാണ്ട് എണ്ണിക്കൊണ്ടിരിക്കുകയൊന്നുമല്ല. എരിയും എന്റെ ബന്ധം ഈ ലോകത്തോടല്ല. ഞാനൊരു സ്ക്യൂബ ഡൈവറാണ്. വെള്ളത്തിനടിയിൽ വേറൊരു ലോകത്ത്, വേറൊരു ഭൂമിയിലേക്ക് എന്നെ അവൻ പറഞ്ഞു വിട്ടാലും എന്റെ റിസോഴ്സ് എല്ലാം എവിടുന്നാണ്? സോഴ്സസ് മുഴുവൻ സ്വർഗത്തിൽ നിന്നാണ്. ആ യേശുവാണ് എന്റെ ജീവൻ. ആ യേശുവിനെ അറിഞ്ഞ് അനുഭവിച്ച് വളർന്ന് അപ്പോഴാണ് ജയജീവിതം സാധ്യമാകുന്നത്. നമ്മളിവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്ക്, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ, അവനിൽ നടപ്പീൻ, അവന്റെ ഫെലോഷിപ്പിൽ നടപ്പീൻ, അവന് ഒരുമിച്ച് നടപ്പീൻ. അവൻ നമ്മളിലും നമ്മൾ അവനിലും വസിക്കുന്ന ആ എബൈഡിങ് എക്സ്പീരിയൻസിൽ, എബൈഡ് ഇൻ ഹിം, അവനിൽ വസിപ്പിൻ. വസിപ്പിൻ എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു കൽപ്പനയാണ്. വസിക്കുക എന്ന് പറയുന്നത് ഒരു സജഷൻ അല്ല. എന്താണ്?
ഒരു നിർദ്ദേശമല്ല, ഒരു കൽപ്പനയാണ്. നിർദ്ദേശമാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, അത് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ബ്രദറെ, വേണമെന്നുണ്ട്, നോക്കട്ടെ, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു നിർദ്ദേശമാണെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞേക്കാം. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. നിർദ്ദേശം വേറെ, കൽപ്പന വേറെ. ഞാൻ ചിലപ്പോൾ ഒരു ഉദാഹരണമുണ്ട്. നമ്മുടെ കാനവച്ചൻ പണ്ട് വി എ തോമസ് പറയുന്ന ഒരു പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. 39-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ വളരെ പ്രഗത്ഭനായ ഒരു ദൈവദാസൻ. അദ്ദേഹം ഹൈലി ഡയബറ്റിക് ആയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. കാലൊക്കെ മുറിച്ച് ഒത്തിരി കഷ്ടപ്പെട്ടാണ് അദ്ദേഹം മരിച്ചത്. കാനവച്ചൻ ഒരു പ്രാവശ്യം വി എ തോമസിനെ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു, തോമാച്ച ഇങ്ങനെ ഡയബറ്റിക് കൂടുന്ന നമുക്കൊരു എക്സസൈസ് ഉണ്ട്, ഞാനത് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് എക്സസൈസ് ഒക്കെ പഠിപ്പിച്ചു. ഏതാ? ഡയബറ്റിക് കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഷുഗർ കുറയ്ക്കുന്ന എക്സസൈസ് ഒക്കെ പഠിപ്പിച്ചു. ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും കണ്ടപ്പോൾ ചോദിച്ചു, തോമാച്ച ഞാൻ പറഞ്ഞ എക്സസൈസ് എങ്ങനെ ഉണ്ട്? വി എ തോമസ് പറഞ്ഞത്, വളരെ നല്ലതാണ് അച്ചോ, പക്ഷെ ഇതുവരെ ചെയ്ത് നോക്കാൻ പറ്റിയില്ലെന്ന്. അത് കൽപ്പനയല്ല, അതെന്താണ്? അത് കൊള്ളാം, അത് കൊള്ളാമെന്നാ പറഞ്ഞത്, അല്ലാതെ കൽപ്പനയല്ല. പക്ഷെ കർത്താവ് എന്നിൽ വസിപ്പീൻ എന്ന് പറയുന്നത് സജഷൻ അല്ല, കൽപ്പനയാണ്. എനിക്ക് വേറൊരു ലോകമില്ല. ഐ അബൈഡ് ഇൻ ഹിം ആൻഡ് ഹി അബൈഡ്സ് ഇൻ മീ. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. വസിപ്പിന്നുള്ളത് കൽപ്പനയാണെങ്കിൽ ഞാൻ ഐ നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ആം അബൈഡിങ് ഇൻ ഹിം. അവനിൽ വസിക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത്, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഴപ്പവും ഇല്ല എന്നല്ല, സ്വീകരിച്ചവൻ സ്വീകരണം കൊണ്ട് മാത്രം, യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് മാത്രം കാര്യം തീരുന്നില്ല. സ്വീകരിക്കാതൊന്നും നടക്കത്തുമില്ല. ഞാൻ പറഞ്ഞല്ലോ, പുത്രനായി കഴിഞ്ഞിട്ട് മാത്രമേ ഡിസൈപ്പിൾഷിപ്പ് ഉള്ളൂ. ശിഷ്യത്വം എന്ന് പറഞ്ഞത് പുത്രൻ ശിഷ്യൻ പുത്രനുമാണ്. എന്നാൽ ഈ ഡെവലപ്മെന്റില് അവനിൽ അതെങ്ങനെയാണ്? അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചതിന് ഉത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. റൂട്ടഡ് ഇൻ ഹിം, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഫെയ്ത്ത്, ബിൽറ്റ് ഇൻ ഹിം. അതായത് ആദ്യം അവനിൽ വസിക്കുന്നത് താഴോട്ടിറങ്ങണം. റൂട്ടഡ് ഇൻ ഹിം, അവനിൽ വേരൂന്നിയും. ഒരു ഐസ്ബർഗ് നമുക്കറിയാമല്ലോ, ഐസ്ബർഗ് അല്ലെങ്കിൽ ഐസ്ബർഗിന്റെ അല്ലെ ഐസ് ക്യൂബ് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ 10% മാത്രമേ മുകളിൽ കാണത്തുള്ളൂ, 90% വെള്ളത്തിന് താഴെയാണ്. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിന്റെ 90% താഴെയാണ്. അതെന്താണ്? അവന്റെ കൂട്ടായ്മയിൽ അവനിൽ വേരൂന്നിയും. അല്ലാതെ ഞാന് 10 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കാതെ 10 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ദൈവസന്നിധിയിൽ നിന്നിട്ട് 10 മണിക്കൂർ പ്രസംഗിക്കുന്നതല്ല വേദപുസ്തകം, അല്ലെങ്കിൽ എന്താണ് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അവനിൽ വേരൂന്നിയും. ഐ സിറ്റ് വിത്ത് ജീസസ്. ഞാൻ യേശുവിന്റെ കൂടെ വസിക്കണം. അവനിൽ വേരൂന്നിയും, റൂട്ടഡ് ഇൻ ഹിം. അല്ലാതെ എനിക്ക് മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല. താഴോട്ട് വേരില്ലാതെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വൃക്ഷങ്ങൾ ചിലപ്പോൾ എന്താണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണാം, വേരില്ലാത്ത വൃക്ഷങ്ങളൊക്കെ കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യും? താഴെ വീഴും. നാച്ചുറലി എന്തുകൊണ്ടാണ് പല ആളുകളും വിശ്വാസത്തിൽ നിന്നും ഇങ്ങനെ ഇട്ടേച്ച് പോകുന്നൊക്കെ ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, ഇവർക്ക് റൂട്ടില്ലാതായി പോയെന്നുള്ളതാണ്. റൂട്ടുള്ളവനൊന്നും ഇട്ടേച്ച് പോകത്തൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഉപദേശം ആരെങ്കിലും വന്ന് പറഞ്ഞ ഉടനെ അതാണോ ബ്രദറെ ശരി, ഇതാണോ ബ്രദറെ ശരി എന്ന് ചോദിച്ചോണ്ട് അതിനകത്തൂടെ പോകത്തൊന്നുമില്ല. കാര്യം അവൻ റൂട്ടുണ്ടെങ്കിൽ അവൻ പോകത്തില്ല. റൂട്ടഡ് ഇൻ ഹിം, താഴോട്ട് അവനിൽ വസിച്ചുകൊണ്ട് അവനുമായിട്ട് സമയം സ്പെൻഡ് ചെയ്ത്. നമ്മൾ എത്ര സമയം കർത്താവുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആത്മാർത്ഥമായിട്ട് പറയാം, ടെലിവിഷന്റെ മുമ്പിൽ സ്പെൻഡ് ചെയ്യുന്ന അത്രയും സമയമെങ്കിലും നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അയ്യോ കഷ്ടം എന്ന് മാത്രമാണ്. ഇഫ് യു ആർ നോട്ട് സ്പെൻഡിങ് യുവർ ടൈം, നിങ്ങൾ ഈ ടെലിവിഷൻ എന്ന് പറയുന്ന സാധനം തല്ലിപ്പൊടിച്ച് കളഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ആ രൂപയുടെ നഷ്ടമേ ഉള്ളൂ, നിങ്ങളുടെ ആത്മാവ് രക്ഷപ്പെടും.